നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സംഗീത ലോകത്ത് എന്നും മംഗളത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന ഹംസധ്വനി എന്ന് പറഞ്ഞ രാഗത്തെയാണ്. ഹംസധ്വനി ഒരു ഔഡവ രാഗമാണ്. അതായത് 5 സ്വരങ്ങൾ മാത്രം. ആരോഹണം സരി ഗ പ നി സ, അവരോഹണം സനി പ ഗ രി സ. മധ്യമവുമില്ല, ദൈവതവുമില്ല. അതാണ് രാഗത്തിൻ്റെ പ്രത്യേകത. ഈ രാഗം രൂപപ്പെടുത്തിയത് രാമസ്വാമി ദീക്ഷിതർ എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. പിന്നീട് മുത്തുസ്വാമി ദീക്ഷിതരുടെ വാതാപി ഗണപതിം ഭജേഹം ഇത് ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ചു. വാതാപി ഗണപതിം ഭജേഹം, വാതാപി ഗണപതിം ഭജേഹം. ഹിന്ദുസ്ഥാനിയിലും ഈ രാഗത്തിൻ്റെ പേര് ഹംസധ്വനി തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ രാഗത്തിൻ്റെ ഛായയിലോ രാഗത്തിൻ്റെ സഞ്ചാരങ്ങളിലോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇനി മലയാളം സിനിമയിലാണെങ്കിലോ ഹംസധ്വനിയെ ഏറ്റവും ആദ്യം മനോഹരമായി ഉപയോഗിച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് MS വിശ്വനാഥ്. 1974 പുറത്തിറങ്ങിയ ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം, അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാ. ഇതിന്റെ അടുത്ത വർഷം ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന ചിത്രത്തില് പാഞ്ചജന്യം മുഴക്കൂ, പാഞ്ചജന്യം മുഴക്കൂ കൃഷ്ണ പാണ്ഡവരഥം. 1987 സോപാന നടയിലെ കയ്യെത്തും ദൂരത്ത് നിന്ന് പഴയ പടം, പുതിയ പടമല്ല, P. ജയചന്ദ്രനും B. വസന്തയും പാടിയൊരു പാട്ടുണ്ടായിരുന്നു. സോപാന നടയിലെ മണിയൊലിയിൽ സ്വർഗമൊളിയും. ഇനി നമുക്ക് അർജുനൻ മാഷ് ചെയ്തിട്ടുള്ള ഹംസധ്വനിയിലെ കുറച്ച് പാട്ടുകൾ പരിചയപ്പെടാം. ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഭംഗി ഒരിക്കലും ചോർന്നു പോകാതെയാണ് അദ്ദേഹം ഹംസധ്വനിയിലെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. ലളിതമായ സിനിമാ ഗാനങ്ങൾ ഒരുക്കുക, അതാണ് അർജുനൻ മാഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1975 ഹലോ ഡാർലിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ അനുരാഗമേ അനുരാഗമേ മധുര മധുര മാമനുരാഗമേ അനുരാഗമേ അനുരാഗമേ മധുര മധുരമാ. 1976 ജനനി ജയിക്കുന്നു, ആ പാട്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല, അമ്മ എന്ന സിനിമയിൽ P. ജയചന്ദ്രൻ ശബ്ദത്തിൽ പാടിയ വന്നൊരു പാട്ടാണ്. ഇതിൽ ഭക്തിരസം വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. ജനനി ജയിക്കുന്നു, ഭാരത ജനനി ജയിക്കുന്നു. പിന്നെ 1979 പഞ്ചവടിയിലെ എന്ന് പറഞ്ഞൊരു പാട്ട്, അജ്ഞാത തീരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ. പഞ്ചവടിയിലെ വർണ്ണാശ്രമത്തിൻ പവിഴപ്പൂമണി. 1980 രാഗം താനം പല്ലവി എന്ന് പറഞ്ഞ സിനിമ, പാർവതി സ്വയംവരം കഴിഞ്ഞ രാവിൽ പുഷ്പമഴ തൂകും വസന്ത നിലാവിൽ ഒരു ദേവ തപസ്വിനി. പിന്നീട് മഹാബലി എന്ന് പറഞ്ഞ സിനിമയിൽ ആശ്രിത വത്സലനെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആശ്രിത വത്സലനെ ഹരിയേ ഹരിയേ. അടുത്തത് കണ്ണൂർ രാജനാണ്. വളരെ ലളിതമായ ഈണങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സംഗീത സംവിധായകനാണ് കണ്ണൂർ രാജൻ. 1985 യുഗ താളം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഉഷസേ ഉണരൂ എന്ന സിനിമയിലാണ്. യേശുദാസും P. സുശീലയും ചേർന്ന് പാടിയിട്ടുള്ളതാണ്. യുഗ താളം യുഗ രാഗം. 1986 ഇന്ന് മലയാളികൾ സ്നേഹിക്കുന്ന ഒരു ഗാനമുണ്ട്, നാദങ്ങളായി നീ വരൂ, എന്നിഷ്ടം നിന്നിഷ്ടം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു. 1986 തന്നെ ആനന്ദ ശുഭതാണ്ഡവം എന്ന് പറഞ്ഞ അഹല്യ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഭക്തിയും നൃത്തഭാവവും ഒരുമിച്ച് ചേരുന്ന ഒരു ഗാനം കൂടിയാണത്. 1993
സുരലോക സംഗീതം ഉയർന്നു എന്നൊരു പാട്ട് കൂടി ചെയ്തിട്ടുണ്ട്. അത് കന്യാകുമാരിയിൽ ഒരു കവിത എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. സുരലോക സംഗീതമുയർന്നു ശ്രുതിലയ താളം. കണ്ണൂർ രാജന്റെ ശാസ്ത്രീയ സംഗീതത്തിലുള്ള ഒരു അവഗാഹം വളരെയധികം തുറന്നു കാണിക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം ഹംസധ്വനിയിലുള്ള പാട്ടുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി മലയാള സിനിമയിൽ ഹംസധ്വനിക്ക് ഏറ്റവും കൂടുതൽ നിറങ്ങൾ നൽകിയ ഒരു സംഗീത സംവിധായകനിലേക്ക് പോവാം. രവീന്ദ്രനാണത്. ഹംസധ്വനിക്ക് നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ വളരെയധികം നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഉണ്ടാകുന്ന പാട്ടുകളാണത്. ശാസ്ത്രീയ സംഗീതത്തെ സിനിമയുടെ ഭാഷയിൽ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച സംഗീത സംവിധായകരിൽ ഒരാൾ. ഹംസധ്വനിയെ പറ്റി പറയുമ്പോൾ ഹംസധ്വനി രാഗം രവീന്ദ്ര മാഷ് ചെയ്തതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അങ്ങനെ വേണം പറയാനായിട്ട്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഓരോ തവണയും പുതിയൊരു ഭാവം ഹംസധ്വനിക്ക് വന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഹംസധ്വനിയെ പറ്റി, ഹംസധ്വനിയിലുള്ള രവീന്ദ്ര മാഷ് ചെയ്തിട്ടുള്ള പാട്ടുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ വെറൈറ്റി നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് താരാട്ട് എന്ന് പറഞ്ഞ സിനിമ. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ. രാഗങ്ങളെ മോഹങ്ങളെ. 1983 മഴനിലാവ് എന്ന് പറഞ്ഞ സിനിമ. രാവിൽ രാഗനിലാവിൽ ജാനകിയമ്മ പാടിയ പാട്ടാണ്. നല്ല രസമുള്ള പാട്ടാണ്. 1984 കളിയിൽ അല്പം കാര്യം. മനതാരിൽ ഇന്നും പൊൻകിനാവും കൊണ്ടുവാ. മനതാരിൽ എന്നും പൊൻകിനാവും. പിന്നെ 85 പുഴയൊഴുകും വഴി എന്ന് പറഞ്ഞ സിനിമ. ധനുമാസ കുളിരലകൾ മധുമൊഴിയും രാവുകളിൽ. ധനുമാസ കുളിരലകൾ മധുചൊരിയും. അതേ വർഷം തന്നെ സുവർണ ക്ഷേത്രം എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ണാടി പൂഞ്ചോല എന്ന് പറഞ്ഞൊരു പാട്ട് കൂടി ചെയ്തിട്ടുണ്ട്. കണ്ണാടി പൂഞ്ചോല ചില്ലോളം തുള്ളും നന്നാലുള്ളുന്നു. ഹംസധ്വനിക്ക് രവീന്ദ്രൻ മാഷ് ചെയ്തിട്ടുള്ള സംഗീതത്തിന് ഭയങ്കര വ്യത്യസ്തത എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഹേ ഗീതം എന്ന് പറഞ്ഞ സിനിമയിൽ 1986 ഹേ കുറുമ്പി എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രപാടിയ പാട്ടാണത്. പിന്നെ 1991 രവീന്ദ്ര മാഷിന്റെ ഹംസധ്വനിയിൽ 2 മികച്ച ഗാനങ്ങൾ. ഒന്ന് യമുനാ നദിയായിരുന്നു ഗാനമേള എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. പിന്നെ അതേ വർഷം തന്നെയാണ് രവീന്ദ്ര മാഷ് ഹംസധ്വനിയിൽ വേറെ മനോഹരമായൊരു പാട്ട്, ശ്രീവിനായകം നമാമ്യകം ദയാ നിധിം ശുഭവരദ ശ്രീവിനായകം. ഭരതം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു അത്. ശ്രീവിനായകം നമാമ്യകം ശ്രീ. പിന്നെ ഹംസധ്വനിയിൽ വളരെ വ്യത്യസ്തമായൊരു പാട്ട് രവീന്ദ്ര മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 1992 ആലിഫ്ലാമീ എന്നു പാടി അഹം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു അത്. കാവാലത്തിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാഷ് നൽകിയ വ്യത്യസ്തമായൊരു സംഗീത ഭാവം കൂടിയാണ് ഈ ഹംസധ്വനിയിൽ ഈ അഹം എന്ന് പറഞ്ഞ സിനിമയിലെ ഈ പാട്ടിന്. എന്നു പാടി 1995 സ്വർണ്ണപക്ഷി സ്വർണ്ണപക്ഷി കുക്കു കുക്കു മഴയെത്തും മുൻപേ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അതും വളരെ ഒരു ആവറേജ് ഹിറ്റായിരുന്നു. പക്ഷി സ്വർണ്ണപക്ഷി കുക്കു കുക്കു സ്വർഗം തേടി സ്വപ്നം തേടി പോരു നീ. പിന്നെ 1997 നേർച്ച കുങ്കുമം, മന്നാടിയാർ പെണ്ണിനെ ചെങ്കോട്ട ചെക്ക എന്ന് പറഞ്ഞ സിനിമയിലെ നേർച്ച കുങ്കുമം എന്നൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. നേർച്ച കുങ്കുമ പൂകുറുക്കും ആർച്ചപ്പത്തമ്മേ. 2003 മധുരം എന്ന് പറഞ്ഞ സിനിമയിൽ മഴയായി മഞ്ഞു മഴയായി എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. 2006 അദ്ദേഹം ചെയ്ത വടക്കുന്നാഥൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഹംസധ്വനിയുള്ള പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. രവീന്ദ്ര മാഷിന്റെ ഹംസധ്വനിയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു സംഗീതാസ്വാദകന് എങ്ങനെ വേണമെങ്കിലും കേൾക്കാൻ പാകത്തിനുള്ള പാട്ടുകൾ ഹംസധ്വനിയിൽ ഉണ്ടായിട്ടുണ്ട്. രവീന്ദ്ര മാഷ് പ്രത്യേകിച്ചും ചെയ്തിട്ടുണ്ട്.
രവീന്ദ്രൻ മാസ്റ്റർക്ക് ശേഷം ഹംസധ്വനിയെ മനോഹരമായി ഉപയോഗിച്ച മറ്റൊരു സംഗീത സംവിധായകനാണ് ജോൺസൺ മാസ്റ്റർ. വളരെ കുറച്ച് സ്വരങ്ങൾ കൊണ്ട് പോലും ആഴത്തിലുള്ള വികാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്ന സംഗീത സംവിധായകനാണ് ജോൺസൺ മാസ്റ്റർ. 1982 പുറത്തിറങ്ങിയ പാളങ്ങൾ എന്ന ചിത്രത്തിൽ ഏതോ ജന്മ കൽപ്പനയിൽ അങ്ങനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായി രാഗിണി രാഗരൂപിണി കഥ ഇതുവരെ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു അത്. രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി. 1993 ശ്രീ രഘുകുല എന്ന സമൂഹം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ രഘുകുല മന്ദു പൂട്ടി നീവു. അടുത്തത് ഔസേപ്പച്ചനാണ്. 1986 വീണ്ടും എന്ന് പറഞ്ഞ സിനിമയിലെ ഹംസധ്വനിയിൽ ഒരു പാട്ട് ചെയ്തു. തേനൂറും മലർ പൂത്ത പൂവാടിയിൽ പിന്നെ മുകുന്ദേട്ട സുമത്ര വിളിക്കുന്നു. അത് ഏറ്റവും സൂപ്പർ ഹിറ്റ് അല്ലേ, 1988 ചെയ്ത്. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഹിറ്റാണ്. പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവേ അടുത്തത് വിദ്യാധര മാഷാണ്. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാം വീണയിൽ പൊന്നിതൾ പാകി മീട്ടിടുന്നാരോ. ആരും പാടിപ്പോകുന്നൊരു പാട്ടാണിത്. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പറയാനുള്ള വളരെ പ്രസിദ്ധനായ ഒരു സംഗീത സംവിധായകനെ പറ്റിയിട്ടാണ്. അദ്ദേഹം സംഗീത സംവിധായകൻ എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച കോഴിക്കോട് യേശുദാസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. 1989 പാടുവാൻ മറന്നുപോയി സ്വരങ്ങളാമൻ കൂട്ടുകാർ എങ്ങോ എങ്ങോ പോയി മറഞ്ഞു. അനഘ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. പാടുവാൻ മറന്നുപോയി സ്വരങ്ങളാമൻ. ഇനി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശരത് എന്ന് പറഞ്ഞ സംഗീത സംവിധായകനാണ്. അദ്ദേഹം 1990 ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഹംസധ്വനിയെ മനോഹരമായി ഉപയോഗിച്ചു. ആ രാഗം മധുമയമാരാഗം ഒരേ സിനിമയിലെ 2 പാട്ട്. ഒരു പാട്ട് സല്ലാപം കവിതയായി ആ പാട്ടും ചെയ്തിട്ടുണ്ട്. താളനമായി നിരാമയമാം പരാഗണമാം കവിതയായി അലഞ്ഞുറികളോരോരോ. 1991 ശരത്ത് ഒറ്റയാൾപട്ടാൾ എന്ന് പറഞ്ഞ സിനിമയിൽ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തെന്നലേ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോഹൻ സിത്താര. പരമ്പരാഗത സംഗീതവും ആധുനിക സംഗീതവും സമന്വയിപ്പിക്കാൻ പ്രത്യേക കഴിവുള്ള സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. 2000 വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിൽ ഹംസധ്വനി എന്ന അതേ പേരിലുള്ള ഒരു പാട്ട് അദ്ദേഹം ചെയ്തിരുന്നു. ഹംസധ്വനി രസവാഹിനി ഹർഷസുധാദായിനി. കർണാടക സംഗീതത്തിന്റെ സ്വാധീനം ശക്തമായി കാണുന്നത് തമിഴ് സിനിമയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഹംസധ്വനിയും അവിടെ നിരവധി മനോഹര ഗാനങ്ങളിലൂടെ ശ്രോതാക്കളുടെ മനസ്സിലിടം നേടിയിട്ടുണ്ട്. വെള്ളൈപ്പൂക്കൾ ഉലകം എങ്ങും മലരവേ മയിലേ മയിലേ ഉന്തോകൈ ഇங்கே செவ்வானமே பொன்மேகமே. இந்த பாட்டு வேண்டும் உனக்கு, அது என்ன தெரியும் உனக்கு. தீக்குருவிய தீங்கனினை கைகளை தீஞ்சுவையன தீப்பொழுதினை தீண்டுகிறாய்.
ஸ்ரீரங்கரங்கநாதனின் பாதம் வந்தனம் செய்யடி. பூக்குள் ஒளிந்திருக்கும் കനിക്കൂട്ടം അതിശയം. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനിയിലും ഹംസധ്വനി പാടുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും കണ്ടുവരാറില്ല എങ്കിലും ചെറിയ ഗമകങ്ങളിൽ ചില വ്യത്യാസങ്ങളാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ശാസ്ത്രീയ സംഗീതം സിനിമയിലെത്തുമ്പോൾ അത് എത്ര ലളിതമാകുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഹംസധ്വനി. ഹംസധ്വനിയെപ്പറ്റി മറ്റു പാട്ടുകൾ അറിയാവുന്നവർ ഈ കമൻറ്റിൽ എഴുതുക, അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.